ആശേ എന്തായി ആയോ പായസായോ ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു. അത് ആക്കണേ ഉള്ളൂ കേട്ടാ. ഞാൻ ദേ നാളികേരം അതിലേക്കുള്ള നാളികേരം ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കല്ലേ. പായസം ഉണ്ടാക്കാണ്. തിരുവാതിര അല്ലേ? അപ്പൊ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. ഇന്നലെ ഇപ്പൊ തിരുവാതിരയായിട്ട് ഫുള്ള് തിരുവാതിരക്കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെ. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ചൂരക്കോട്ടുകാവ് എന്നിട്ടുള്ളൊരു അമ്പലത്തിൽ നല്ലൊരു അമ്പലമാണ്. അവിടെ തിരുവാതിരക്കളി മഹോത്സവമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ തിരുവാതിരയുടെ തലേ ദിവസമാണ് അത് ഉണ്ടാവാറ്. രാത്രി നല്ല രസം, നല്ല കാറ്റും എല്ലാവർക്കും ഭക്ഷണവും കൂവ പായസവും ഉണ്ടായിരുന്നു. ഇന്നലെ ഭക്ഷണം ചപ്പാത്തിയും പിന്നെ ഉരുളക്കിഴങ്ങ് കറിയും അവിടുത്തെ പായസം, പിന്നെ സ്പെഷ്യല് കൂവ പായസം, അതെ, പിന്നെ മറ്റേത് ചുക്ക് കാപ്പി ഒക്കെ ആയിരുന്നു. സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ അമ്പലത്തില് കളിക്കാൻ പോകും. നല്ല ഭക്ഷണം കിട്ടുന്ന കാരണം കൊണ്ടല്ല, അവിടുത്തെ ആ ഒരു അന്തരീക്ഷം നല്ല രസം. കാരണം ആൽമരങ്ങളാണ് അതിന്റെ നടുക്കാണ്. സെൻട്രലാണ് സ്റ്റേജ്. ആൾക്കാർ ഇരുന്നിട്ടാണ്. അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റും. നടുവിലാണ്, ഓപ്പൺ സ്റ്റേജ് ആണ്. നല്ല രസമാണ്. അപ്പൊ പിന്നെ ആതിരോത്സവം കഴിയും. അപ്പൊ ഇന്നത്തോടുകൂടി തിരുവാതിരക്കളിയൊക്കെ കഴിയും. ഇനിയിപ്പോ ഉത്സവ സീസണൊക്കെ ആവുകയാണല്ലോ അടുത്ത മാസം തൊട്ടൊക്കെ. അപ്പോ ഇതുപോലെ അമ്പലങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോ വിളിക്കും കളിക്കാനായിട്ട്. അപ്പൊ നമ്മൾ പോവും. അങ്ങനെ ഇങ്ങനെ വെള്ളത്തില് അങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. ശർക്കര പാനി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതെ, ഈ ഉണ്ണേട്ടൻ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മള് ഇവിടെ എങ്ങനെ കൂവ പായസത്തില് നാളികേരം ചിരവിടുക ചെയ്യാട്ടോ. എനിക്കിഷ്ടം ഇങ്ങനെ കട്ട് ചെയ്തിരുന്ന, കാരണം എന്റെ അച്ഛമ്മയും അതുപോലെ അമ്മ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കുക. അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് ഇതിങ്ങനെ ഈ ചെറിയ ചെറിയ പീസാകുമ്പോ അങ്ങനെ കടിക്കാൻ നല്ല രസമാണ്. ചിരവിടായിട്ടില്ല എനിക്ക് ഇഷ്ടം കേട്ടോ. ഇവിടൊക്കെ എല്ലാവരും ഇതുപോലെ ചിരവിട്ടാണ്. പക്ഷെ എനിക്ക് അമ്മയും അച്ഛമ്മൊക്കെ പാലക്കാടുന്നല്ലേ, അപ്പൊ അവിടുത്തെ ഒരു ശൈലി ഇങ്ങനെ തോന്നുന്നു. നിന്റെ അവിടെ എങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ശരി. എന്താ പുഴുക്കായി ഉണ്ടോ? പുഴുക്കായുണ്ട്. അതുണ്ടാക്കിയല്ലേ? അല്ല, പായസം പുഴുക്ക്, കാവത്തും പയറ്, പിന്നെ നാളികേരം ചിരവിട. എല്ലാം ഇടും. മറ്റേ കാവത്ത് കൂടാണ്ട് കായ, ചേന, കൂർക്ക എല്ലാം ഇട്ടിട്ടാ വെക്കുക. കൂടുതലും കാവത്തും പയറും കൂടിയിട്ട്. അതെ. അപ്പൊ പിന്നെ ഞാനും അത് തന്നെ ഇന്നലെ ഒരു കഷ്ണം, ഇന്നലെ രാത്രി പോയിട്ടാ കാവത്ത് വാങ്ങിച്ചത്. ഞാൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് മറന്നുപോയി കാവത്ത് വാങ്ങാനും. പിന്നെ കൂവപ്പൊടി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വന്ന് നോക്കിയപ്പോ എന്താന്നറിയില്ല, അതിലൊരു ചെറിയൊരു എന്നിട്ട് പിന്നെ ഞങ്ങള് രാത്രി തന്നെ കൂവപ്പൊടി കിട്ടുമോ എന്നൊരു ടെൻഷൻ. കാരണം നമ്മൾ ഈ തിരുവാതിരക്കല്ലേ ഈ മറ്റേ കാവത്തും പുഴുക്ക് അതുപോലെ ഈ കൂവ പായസം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ പറയും ഇടയ്ക്കൊന്നും ഉണ്ടാക്കൊന്നുമില്ല. അത് ശരിയാ. അപ്പൊ അത് കാരണം ആ ഒരു ദിവസം സാധാരണ അമ്മ കൂവ കിഴങ്ങ് വാങ്ങി ഇടിച്ച് പിഴിഞ്ഞ് കൊടുന്ന് തരുകയൊക്കെ ചെയ്യാറ് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം അമ്മയ്ക്ക് വയ്യ. അമ്മയ്ക്ക് കൈയൊക്കെ ഒന്ന് ഈ ബൈക്കിന്ന് ഒരാവശ്യം ബൈക്കിന്ന് വീണ്ടും ഒരാവശ്യം വഴിക്ക് വീണ്ടും ഈ ജോയിന്റ് ഇല്ലേ, ഈ ജോയിന്റ് വിട്ടു. എന്നിട്ട് അത് രണ്ട് കൈയിലും. അപ്പൊ രണ്ട് കൈയിലും അത് ഓപ്പറേഷൻ ചെയ്ത കാരണം കൊണ്ട് പിഴിയാനും ഒക്കെ. അമ്മ കൂവ വാങ്ങിക്കും മാർക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന അവിടുന്ന് വാങ്ങിക്കും. എന്നിട്ട് അത് ഇടിച്ച് മറ്റേ ഒരലിട്ട് ഇടിച്ചിട്ട് അത് പിഴിഞ്ഞ് ഉണക്കിയെടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഭയങ്കര റിസ്ക്കുള്ള കേസാണ്. കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം വരയ്ക്കും ചെയ്തു. അങ്ങനെ കൈക്ക് അങ്ങോട്ട് ഒരു ബലം കിട്ടാത്ത കാരണം കൊണ്ട് പിന്നെ ഞാനൊന്നും ചെയ്യില്ല. നമുക്ക് തിരിച്ചു പിഴിയാനുള്ള പറ്റില്ല. നമുക്ക് കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ. ആസ്വദിച്ച് കഴിക്കാൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതെ അതെ അതെ. ഞാൻ അരിഞ്ഞുതരാം. എനിക്ക് അങ്ങനെ അരിയാറില്ലാണോ? ഞാൻ മറ്റേ മുട്ടി വെച്ചിട്ടൊക്കെ അരിയുള്ളൂ. അങ്ങനെ അറിയാം. അരിഞ്ഞ് അതിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കിടുകിടുന്ന് അരിഞ്ഞ ഞാനിതൊന്ന് സെറ്റാക്കട്ടെ. അത് എത്ര സമയം പിടിക്കും? ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. കൂവയല്ലേ, പെട്ടെന്ന് വെന്തോളും. മധുരം എങ്ങനെ വേണം? കുറച്ച് കൂട്ടണം. ഒരു മീഡിയം കേട്ടോ. പിള്ളേർക്ക് ചിലപ്പോൾ മധുരം കുറവായ ഇഷ്ടമില്ല. നമുക്ക് കഴിക്കും. മോളങ്ങനെ അവർക്ക് ഒന്നും പറ്റില്ല, അങ്ങനത്തെ സാധനം ഒന്നും പറ്റില്ല. നമുക്ക് ചെറുപ്പം മുതൽ ഇങ്ങനത്തെ സാധനം കഴിച്ച് ചിലവരുന്നേ ഇവിടെ എന്തും പോവും. ഇത് ശർക്കര പാനി ഉരുക്കിയതുണ്ട്. വെറും എന്താ നമ്മുടെ കടച്ചക്ക, വെറും കടച്ചക്ക കൊണ്ട് ഞങ്ങൾ ദിവസങ്ങൾ കഴിച്ചിട്ടുള്ള ആളാ.
ചോറില്ലാണ്ട്. വെറും മരത്തുമ്മ താമസിക്കുന്ന വീട്ടില് മരത്തുമ്മ ഉണ്ടാവണ കടച്ചക്കൊണ്ട് ഞങ്ങള് കുറെ നാൾ കഴിച്ചിട്ടുള്ളതാ. അപ്പൊ ഇവിടെ എന്തും പോവും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അറിയില്ല. അതെ, അവർക്ക് ഫ്രൈഡ് റൈസും ചിക്കനൊക്കെയാണ്. അവരെ തിരുവാതിരക്കായാലും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് എന്ത് ഫുഡ് വേണം എന്നുള്ള ഒരു ഇതുണ്ടാവും. അവർക്ക് അങ്ങനല്ല, അവർക്ക് എപ്പോഴും ട്രീറ്റ് കുറച്ച് വെള്ളത്തിരി ലൂസായിട്ടാണ് ഉണ്ടാക്കുക. കുറച്ച് ഇങ്ങനെ വെള്ളം പോലെയാണ് ഇവിടെ. അതിന്റെ ഒരു പ്രത്യേകതയല്ലേ, ഇവിടെ സാധാരണ പൊതുവേട്ടം ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ കൂവപ്പായസം എന്ന് പറയണത് കട്ടിയിലുണ്ടാക്കുക. കട്ടിയിലുണ്ടാക്കിയിട്ട് അത് നമ്മൾ ഈ ഇതില്ലേ അപ്പം പോലെ കട്ട് ചെയ്തിട്ടെടുക്കുക പലരും. പക്ഷെ അതെനിക്ക് തീരെ ഇഷ്ടമല്ല. നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പായസം പോലെ നല്ല വെള്ളം പോലെ പായസം പോലെ ഇട്ട് ഈ നാളികേരാണെങ്കിലും ഇടും. അപ്പൊ അത് സ്പൂണിൽ കോരി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാ. ആ കട്ടിയിൽ ഉണ്ടാക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. അതാവുമ്പോ പുഴുക്കും ഇതും കൂടിയിട്ട് മിക്സ് ആവും. പക്ഷെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കൂവ പായസം കൂവ എന്ന് പറയുന്നത് അതിൽ കൊള്ളിപ്പൊടിക്ക് മിക്സ് ഉണ്ടാവും നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കണൊക്കെ. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കട്ടയാവും. മറ്റേതങ്ങനല്ല, അമ്മ ഡിഷ് വീണ്ടും അങ്ങനല്ല, അത് നല്ല സ്മൂത്ത് സാധനമായിരിക്കും, നല്ല പ്യുവർ സാധനമല്ലേ. അപ്പൊ അത് പെട്ടെന്നൊന്നും കട്ടയാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. ഇപ്പൊ ഈ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാൻ. നാളെ ആണെങ്കിൽ തിരക്കാണ്. നാളെ ഞാൻ പറഞ്ഞില്ല അനിയത്തിന്റെ കുട്ടിയുടെ 90 ആണ്. അപ്പൊ ഇന്ന് ഫുള്ള് കാര്യങ്ങൾ കഴിച്ചു നാളേക്കുള്ള വീഡിയോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം. ഇവിടെ അടുത്ത് തന്നെയാണ്, പള്ളി ഹാളിൽ വെച്ചിട്ടാണ്, പള്ളി ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇന്ന് എനിക്ക് ഡാൻസും ഉണ്ട് 4 മണിക്ക്. അതെ, തിരുവാതിരക്കളി വടക്കുന്നാഥനില്. അപ്പൊ അവിടെ തൃശ്ശൂരിലൊക്കെ വടക്കുന്നാഥനിൽ നമുക്ക് കാണാം. അതെ അതെ, 4 മണിക്കാണ്. അയ്യോ, അതിപ്പോ നമ്മള് പോസ്റ്റ് ചെയ്യുമ്പോ കുറച്ച് കഴിയില്ലേ, 7 മണിക്കല്ലേ പോസ്റ്റ് ചെയ്യുള്ളൂ. ശരി, വീഡിയോ എടുത്ത് മണ്ടത്തരം പറയാ. ശരി, നിങ്ങള് ഇന്ന് 4 മണിക്കുള്ളത് 7 മണിക്ക് പോസ്റ്റ് ഇട്ടാ എങ്ങനെ അറിയാതെ? ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഇതൊക്കെ ഇടാം, നമുക്ക് ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ഇടാമല്ലോ, പോസ്റ്റർ ഉണ്ട്, അത് വേണമെങ്കിൽ ഇടാം. അപ്പൊ അങ്ങനെ അപ്പൊ ഇനിയിപ്പോ 4 മണിക്ക് ഞങ്ങൾക്ക് അവിടെ എത്തണം. അതിനുള്ളിൽ വീഡിയോ എടുക്കണം. നാളെ ഇപ്പോ പരിപാടിയായിട്ട് ഫുള്ള് തിരക്കിലായിരിക്കുമല്ലോ നമ്മള്. വൈകുന്നേരം വരെക്കല്ല, ഉച്ചവരൊക്കെ ആണെങ്കിൽ പരിപാടി സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റേജ്. അതെ, അതിന്ന് വൈകുന്നേരത്ത് അവര് വരും. അതെ, അപ്പൊ ഉച്ചവരെയൊക്കെയാണ് പരിപാടിയെങ്കിലും നമുക്ക് ഇത്തിരി നേരം ഫംഗ്ഷൻ നിൽക്കുമ്പോഴേക്കും തന്നെ ക്ഷീണാവുമല്ലോ. പണ്ടങ്ങനെയല്ലോ ചേട്ടാ, രാവിലെ തൊട്ട് തലേ ദിവസം തൊട്ടേ ഒരുക്കങ്ങൾ തുടങ്ങിയാലും ഇപ്പൊ എല്ലാം ഏൽപ്പിക്കലാണ്, ഫുഡും എല്ലാം ഏൽപ്പിക്കല. എന്നിട്ട് പണ്ടൊക്കെ വെക്കല്ലേ ചെയ്യാ, ഇപ്പൊ ഒക്കെ കാറ്ററിംഗ് അല്ലേ, എല്ലാം ഏൽപ്പിക്കല. അത് എന്നിട്ട് പോലും നമുക്ക് കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും വയ്യ. ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി എന്നുള്ളതായിരിക്കും. ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യാം. മറ്റേ ചിരവിടുമ്പോ എന്താ പറയുക, എനിക്കണ്ട് അങ്ങോട്ട് ഇഷ്ടമില്ല. അതാണ് എളുപ്പം, പക്ഷെ ഇത് ഇത്തിരി പണിയാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തന്നെ ഏട്ടാ ഇഷ്ടം. ഞാൻ അതിലിട്ടെ, ഞാൻ അടുപ്പത്ത് വെക്കട്ടെ. ഞാനിപ്പോ ഒന്ന് അടിയിൽ ഇത്തിരി പിടിച്ചിട്ടേ ഒന്ന് ഞാൻ അല്ല, ഈ പൊടി ഇങ്ങനെ അടിയിൽ വന്ന് കെടുക്കുമല്ലോ. ഇന്നലെ രാത്രിയാണ് ഓർമ്മ വന്ന് പെട്ടെന്ന്. എന്നിട്ട് സാധനം കിട്ടുന്നതായിരിക്കില്ല. പൂവയും അതുപോലെ ഇതെന്താ കാവത്തും കിട്ടുന്ന വിചാരിച്ചില്ല. കാരണം കടയ്ക്ക് അടയ്ക്കാറായി. ലാസ്റ്റ് ഒരു കടയിൽ 2ഉം കിട്ടി. അത് കാരണം എല്ലാം ഉണ്ട് അവിടെ. ഞാൻ എപ്പോഴും പൂപ്പൊടി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും. പക്ഷെ പ്രാവശ്യം അത് എടുത്തു വെച്ചത് എന്തോ ഒരു പൊടി. പിന്നെ ഞാൻ അതൊന്നും വൃത്തിയാക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടാ. നമുക്കങ്ങോട്ട് എന്താ പറയാ, വല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പൊ നമ്മൾ ഈ കൂവപ്പൊടി ഒരു 2-3 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് 1 സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കട്ടിയാവാണ്ട് വെറുതെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് അത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നിൽക്കും. എല്ലാവർക്കും അറിയാം. അതെ, ഒരു പ്രാവശ്യം എനിക്ക് ഇവിടെ വീട് മാറിയിരുന്നു. വീട് മാറുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഞാൻ എവിടെയോ ഈ മിഷൻ എന്തോ നേരാക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് പോയിട്ട് വന്നു. എന്തെനിക്കറിയില്ല, വൈകുന്നേരം തൊട്ട് എനിക്ക് പറ്റില്ല, വയറുവേദനയിൽ തുടങ്ങിയതാ. പിന്നെ അങ്ങോട്ട് എനിക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥ, ശരീരം ആകെ തളർന്നു പോവാ. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകണമെന്നുള്ളൊരു ഒരു അവസ്ഥ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നിട്ട് പിറ്റേ ദിവസം ഇവര് സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ട് പോകണേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയും പിന്നെ 2 അമ്മമാരുള്ളവരും കൊണ്ട് അവരൊക്കെ എല്ലാം കയറ്റി അയച്ചു വിട്ടു. എനിക്കൊന്നിനും പറ്റില്ല. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി, ഹോസ്പിറ്റലിൽ പോയി ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടും എനിക്കിത് ശരിയാവണില്ല. എന്നിട്ട് കൂവപ്പൊടി കൊടുന്നിട്ട് വേഗം അത് വെള്ളം വെച്ച് കുടിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട്
എന്താ പറയാ പിന്നെ അങ്ങടെ ഒരു അത് നല്ലൊരു മരുന്നാട്ടോ. അതെ അതെ ഇപ്പൊ ഈ ചൂടുകാലമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് അറിയാലോ, നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് വരണൂ എന്നുള്ളൊരു സൂചന കിട്ടി വേഗം കോവിപ്പൊടി കലക്കി അങ്ങോട്ട് കുടിക്കും, പിന്നെ അങ്ങോട്ട് ശരിയാവും. അതിന്റെ ഒറിജിനൽ പൊടി ഇട്ട് കഴിഞ്ഞാൽ അത്ര നല്ലത്. ഇപ്പത്തെ പകുതി ഇതായിരിക്കും എന്താ കൊള്ളിപ്പൊടി ആയിരിക്കും, ഒറിജിനൽ ഇട്ടാൽ അത്ര നല്ലതാ. അതെ അതെ. ഇപ്പൊ ഇതില് സ്റ്റവ് കത്തണത് ആർക്കെങ്കിലും കാണണ്ടോ? ഇല്ലല്ലോ, കാണില്ലല്ലോ. പക്ഷെ കത്തുണ്ട് കേട്ടോ. അത് നമ്മള് പല ഷോർട്സിൽ എടുക്കുമ്പോ ഇല്ലേ, നമ്മള് ഷോർട്സ് എടുക്കുമ്പോ പലരും പറയാറുണ്ട് നിങ്ങൾ വെറുതെ കാണിക്കാണ് സ്റ്റവ് കത്തുന്നില്ല എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ കത്തുന്നുണ്ട് കേട്ടോ. നമ്മള് ലോ ഫ്ലെയിമിലിടാറ്. ഒന്ന് കുറച്ചിട്ട് ഇതിപ്പോ വലിയ ഇത് വലിയ പറഞ്ഞത് ലോ ഫ്ലെയിമിലിട്ട്, പക്ഷെ കത്തണത് അറിയില്ല. പക്ഷെ ലോ ഫ്ലെയിമിലിട്ട് കത്തുന്നുണ്ടല്ലേ. പക്ഷെ നമ്മള് വീഡിയോ എടുക്കുമ്പോ പലരും പറയാറുണ്ട് നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാണ്, കത്തുന്നില്ല എന്നൊക്കെ പറയും. കാരണം ഞാൻ അങ്ങനെ ചൂടാവണ കുറെ സീനുകളൊക്കെ ഉണ്ട്, മറ്റേ കൈ ചൂടാവണൊക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ അതിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കമന്റ് റീപ്ലൈ കൊടുക്കാറുണ്ട് അത് കത്തുന്നുണ്ട് ഉണ്ട്, ആർക്കും വിശ്വാസമില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ. കത്തുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ സാധാരണ വീട്ടിൽ അപ്പുറത്തെ പറഞ്ഞ യൂസ് ചെയ്യാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജനലുണ്ടല്ലോ, ആ ജനലിനുള്ള വെളിച്ചം കാരണം ഈ ഫ്ലെയിം കാണാനും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടൊക്കെ ഉണ്ടോ. ശരിക്കും ഞങ്ങളങ്ങനെ പരമാവധി എല്ലാം ഒറിജിനൽ ആയിട്ട് ചെയ്യാൻ നോക്കും. അതുപോലെ പറയില്ല നമ്മള് ഒറിജിനാലിറ്റി വേണം. അല്ല അത് വേണം, നമ്മള് പറ്റിക്കാൻ പാടില്ല. പിന്നെ അത് മാത്രല്ല ഈ ചിലരൊക്കെ ഈ ചായ കുടിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. ഈ ചായ കുടിക്കുന്ന സീനുകളൊക്കെ ചിലപ്പോൾ വെറും ഗ്ലാസ് മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ ശരി വീഡിയോ എടുക്കുന്നത് ഞാൻ പറയും ചായ ഉണ്ടാക്കണം എന്ന് പറയും. അത് ഗ്ലാസ്സിൽ കാണുന്നെങ്കിലും കാണില്ലെങ്കിലും അത് കാണിക്കണം, അത് ഉണ്ടായിരിക്കണം എന്ന് പറയും ഞാൻ. എനിക്കതുള്ളത് കൃത്യമായിട്ട് ചെയ്യണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. നമ്മളിപ്പോ സിനിമയിൽ വരെ കണ്ടിട്ടുണ്ട്, ചിലപ്പോ പലതിലും ഗ്ലാസ്സിൽ ചായ ഉണ്ടാക്കില്ല, പല ചായ കുടിക്കുന്ന പോലെ. എല്ലാം കറക്റ്റ് ആയിട്ട് വേണം. അതുപോലെ ഞാൻ വീഴണത് ഞാൻ പറയും വലുത് പറ്റുമിണ്ടാതിരുന്നോ നിങ്ങള് എന്ന് പറയും. എന്നാലും ഞാൻ പറയും ഞാൻ ഈ കാര്യത്തിൽ ഒരു കുടിയനായിട്ട് വന്നിട്ട് ആ സ്റ്റെപ്പ് വീണ സീൻ ഉണ്ടായിരുന്നു. ആ സീൻ നമ്മുടെ സ്ക്രിപ്റ്റിലില്ല, പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നിപ്പാണ്ട് ചെയ്തതാണ്. ഞാൻ വിചാരിച്ചു ക്യാമറ ഓഫ് ചെയ്യുന്നത്, അത് ഓഫ് ചെയ്ത് ഞാൻ പെട്ടു. കാരണം അറിയോ, അത് പിന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം അത് അത്രയ്ക്കും എഫർട്ട് എടുത്ത് ചെയ്തതാണ്. ആ സ്റ്റെപ്പ് അടിഭാഗം വരെ വീണ സീൻ ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഈ വരണു അല്ലേ. അതുപോലെ ഇതിലെന്തൊക്കെ കൂവ, ഇപ്പൊ ഈ നാളികേരം, അതുപോലെ ശർക്കര അല്ലേ, ശർക്കര ഇടുക അല്ലേ, ശർക്കര ഇട്ടിട്ട് ശർക്കര ഉരുക്കി അതൊഴിക്കില്ല. അതുപോലെ അടയൊക്കെ ഉണ്ടാക്കുമ്പോ ഈ പറഞ്ഞ പോലെ ചിലവരൊക്കെ പഞ്ചസാര ഇടാം. പക്ഷെ അതിന്റെ കാര്യത്തിൽ എനിക്ക് ശർക്കര പറ്റുള്ളൂ, പഞ്ചസാര ഇട്ടാൽ ഞാൻ കഴിക്കില്ല. അപ്പൊ ചിലതിൽ പഞ്ചസാര ഇടുന്ന ഇഷ്ടം, ചിലതിൽ ശർക്കര. പിള്ളേർക്ക് ഇത് കൂടുതലായിട്ടുണ്ട് പറ്റില്ല. അപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും ദോശമാവുള്ള കാരണം കൊണ്ട് അവരിത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ കൂടുതൽ കഴിക്കില്ല, അവര് വേറെ എന്തെങ്കിലും ഇതാണോ കഴിക്കാൻ ചോദിക്കും. എത്ര സമയം പിടിക്കുന്നത്? കൈ ഒന്ന് തള വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയിക്കോളും. ആ തള വരണ വരെ കുറച്ചിങ്ങനെ ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ അടിപ്പിടിക്കേ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സെറ്റ് ആവുമല്ലേ. പെട്ടെന്ന് നല്ലോണം കട്ടിയാ വരുത്തിട്ടോ, ഒരു ക്രീം രൂപത്തില്. എനിക്കാണെങ്കിൽ ഇതിന്റെ അളവും കാര്യങ്ങളും ഒക്കെ എപ്പോഴും പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോ കറക്റ്റ് ആയിരുന്നു കേട്ടാ. പിന്നത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോ അയ്യോ കൂട്ടണോ കുറയ്ക്കണോ വെള്ളം കൂട്ടണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ. അധികം താവാൻ പാടില്ല, കറക്റ്റ് ആയിരിക്കുന്നുണ്ട്. ഒരു ക്രീം രൂപത്തിലാവും. ഒരു 10 മിനിറ്റ് ഉണ്ട്, തിളച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഒരു മിനിറ്റ് ഒക്കെ മതി. പക്ഷെ അത് കുറച്ച് കൂടി കഴിഞ്ഞാൽ കട്ടയും. ഇതിപ്പോ കറക്റ്റ് അളവാണ് അതിന്റെ, ഇങ്ങനെ ആവാൻ പാടുള്ളൂ. ഇനി എന്താ വെച്ചാൽ ഇന്ന് ഒന്നാറുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യും, അപ്പൊ തന്നെ നല്ലത്. അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പൊ കൂവപ്പായസം ആയിട്ടുണ്ട്. അപ്പൊ ഇനി പുഴുക്കും കൂവപ്പായസം, പിന്നെ അതല്ല ഇതിന്റെ കോമ്പിനേഷൻ പറഞ്ഞത് ഒപ്പം പപ്പടം വേണം. കൂവപ്പായസം എനിക്ക് വലിയ ഇഷ്ടമില്ല. എനിക്ക് പപ്പടം ഇല്ലാത്തതില്ല. പപ്പടം എത്ര കൊടുത്താലും കഴിക്കും. ഞാൻ പിന്നെ അങ്ങനെ പപ്പടം കഴിക്കില്ല കേട്ടോ, സദ്യക്ക് മാത്രം. പിന്നെ നീ ചെയ്യുന്ന മാത്രം നല്ല കാര്യങ്ങള് ഞാൻ ചെയ്യുന്നൊക്കെ പോട്ടാ. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ, അല്ല ഞാൻ ചെയ്യണത് നല്ല കാര്യം ഒന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പപ്പടല്ലേ വേഗം ഉണ്ടാക്ക്, എന്നിട്ട് നമുക്ക് കഴിക്കാൻ സമയമായി. ഇതിപ്പോ
തിരുവാതിരയിൽ നിന്ന് എണീക്കാൻ നേരം വൈകി. ഈ ഉറങ്ങാൻ നേരം വീണാണ്. പിന്നെ അല്ല പിള്ളേർ ക്ലാസ്സും ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് കുറച്ച് വൈകാണ്. അപ്പൊ വേഗം അല്ല നീ ആദ്യം മറ്റേ പാനിലല്ലേ, ഫ്രൈ പാനിലല്ലേ മറ്റേ ചീനച്ചട്ടി ഇല്ലേ നമ്മുടെ പപ്പടം കാച്ചണത്, അതെടുത്ത് കഴുകാൻ ഭയങ്കര മടി. ശരി. അപ്പൊ ഇത് എന്തിനു വേണ്ടി വാങ്ങിച്ച എത്ര ചെറുത്? ഇത് കടുക് താളിക്കാനും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പപ്പടമൊക്കെ, കുഞ്ഞു കുഞ്ഞെന്നല്ല ഇതുമാതിരിയൊക്കെ പപ്പടം കാച്ചാനൊക്കെ. പിന്നെ അധികം എണ്ണയുടെ ആവശ്യമില്ല അല്ലേ? അതെ, കുറേശ്ശെ അവസാനം വരെ എണ്ണ യൂസ് ചെയ്യാറില്ല, വേസ്റ്റ് ആവില്ല. പെട്ടെന്ന് ഇങ്ങനെ വറ്റി കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ പായസവും പുഴുക്കൊക്കെ റെഡി, ഞങ്ങൾ കഴിക്കാൻ പോവാണ്. തിരുവാതിരയായിട്ട് എങ്ങനെ എല്ലാവരും ഇത് ചെയ്യാറുണ്ട്? പണ്ട് കാലങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്, ഇപ്പൊക്കെ എല്ലാവരും ചെയ്യാറില്ല. ആൾക്കാര് മലയാളികൾ എല്ലാവരും ചെയ്യും അല്ലേ? ഇത്രയ്ക്കധികം നാളികേരം നാം ആരും ഇടാറില്ല. പക്ഷെ ഇത് എനിക്ക് അത് നാളികേരം, ഇതിലിടുന്ന നാളികേരം അധികം മൂക്കാൻ പാടില്ല. ഇന്നലെ പിന്നെ കടയിൽ പോയപ്പോ കറക്റ്റ് ആയിട്ട് അധികം മൂക്കാത്ത കിട്ടിയാണ് അതിന്റെ ഒരു ടേസ്റ്റ്. കാരണം നാളികേരം ഇതുപോലെ നമ്മൾ ഇടുന്നത് ചെറുവണമല്ലോ, അപ്പൊ അധികം മൂക്കാത്താണ് അതിന്റെ ടേസ്റ്റ്. അപ്പൊ നമുക്ക് കഴിക്കാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും തിരുവാതിര ആശംസകൾ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കാണാം. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ശരി, ബൈ.